ബ്രിട്ടീഷ്, UK, ഇംഗ്ലണ്ട് സെയിം സാധനമാണ്. ആ സായിപ്പിൻ്റെ പ്രതാപകാലത്ത് അവൻ 70 രാജ്യങ്ങളെ, ഇന്ത്യ അടക്കം 70 രാജ്യങ്ങളെ ഭരിച്ചിരുന്നു. ഒപ്പം ലോകത്ത് അവൻ്റെ അത്ര വലിയവൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഫ്രാൻസിനെ പോലെയുള്ള ശക്തികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇവനായിരുന്നു തലപ്പത്ത് ഭരണം എന്നത്. ഇന്ന് അവൻ്റെ സ്ഥിതി നോക്കിയാൽ ഗതികേട് എന്നല്ലാതെ എന്ത് പറയാൻ. അതായത് നമ്മുടെ തലപ്പത്തുള്ള, നമ്മുടെ അയൽവക്കത്തുള്ള പാകിസ്ഥാൻ എന്ന രാജ്യമാണ് ഈ 70 രാജ്യം ഭരിച്ച സായിപ്പിനെ ഭരിക്കുന്നത്. അതിൻ്റെ മാധ്യമം BBC ഇന്നലെ അതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയറും എക്സിക്യൂട്ടീവും ജനറൽ മാനേജറും ഗുലർ മാനേജറും ഒക്കെ രാജിവെച്ചു. കാരണം ട്രംപിൻ്റെ ഒരു വീഡിയോ ഇവന്മാർ എഡിറ്റ് ചെയ്തിട്ട് ട്രംപിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നമുക്കറിയാലോ, അവിടെ ലണ്ടൻ സാദിഖാൻ എന്ന് പറഞ്ഞവനും വേറെ 7 സിറ്റികൾ, ഇതൊരു ചെറിയ ദ്വീപാണ് ഈ UK എന്ന് പറയുന്നത്. അവരാണ് വന്നിട്ട് 70 രാജ്യം ഭരിച്ചത്. ഈ ദ്വീപിൽ ലണ്ടൻ വലിയൊരു സിറ്റിയായിരുന്നു ലോകത്തിൻ്റെ. അവിടെ സാദിഖാൻ പാകിസ്ഥാനി, ഇവർക്ക് മതമില്ല കേട്ടോ, മതേതരത്തിലാണ് ഇവർ അടിച്ച് കയറിയത്. അത് കഴിഞ്ഞിട്ട് 7 സിറ്റികൾ, അവിടെ സായിപ്പുമില്ല, ഇന്ത്യക്കാരും ഇല്ല, ആരും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവന്മാർക്കിട്ട് ഭരണം കൊടുത്തേക്കണേ. സായിപ്പിൻ്റെ ഒരു ഗതികേട്. എന്നിട്ട് ഇവർ പറഞ്ഞ് കയറുന്നതെന്ന് വെച്ചാൽ, അതായത് ഈ പുതിയ തലമുറയ്ക്ക് അതേ ഇതാണ് മമതാനിയ. കാരണം ഇവന്മാർ ഈ ബുദ്ധി വെളിവുള്ളവനൊന്നും ഈ വലിയ സിറ്റിയിൽ കിടന്ന് പെടാപാട്. വലിയ സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പട്ടിയെ പോലെ പണിയെടുക്കുക, അടിമയെ പോലെ പണിയെടുക്കുക. കാരണം അവന് നല്ല വാടക, നല്ല ടാക്സ്, നല്ല ഇതൊക്കെ കൊടുത്തിട്ട് വേണം ജീവിക്കാൻ. പിന്നെ ഐറ്റങ്ങൾക്ക് ശ്വസിക്കാനുള്ള നേരം പോലും ഇല്ലാത്തതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്ത് പറഞ്ഞാലും അത് സ്നേഹവും ഇതും ഇമോഷനൊക്കെ പെട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെയാണ് മമതാനി ജയിച്ചത്. ഈ മറ്റേ ഇതൊക്കെ ഇല്ലേ, മറ്റേ LGBTQ എന്നൊക്കെ പറഞ്ഞ ടീമുകളാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കണേ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്തൊക്കെ ഒന്ന് പറഞ്ഞ് പറ്റിക്കാം, സുഖമായിട്ട് പറ്റിക്കാം. പക്ഷെ ഇവൻ ഇടത് ഇസ്ലാമിസ്റ്റ്, ഇടത് കമ്മ്യൂണിസം പറയണ്ടെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ ഇവൻ അതുകൊണ്ടല്ല ഇവൻ ഇതിനെ മോഡിനെ വെല്ലുവിളിക്കണേ, നെത്തിനാഹുവിനെ വെല്ലുവിളിക്കണേ. ഇവനെല്ലാവരും ശത്രുക്കളാ. അപ്പം ഈ UK സായിപ്പിൻ്റെ അന്ന് ഒത്തിരിയൊക്കെ നമ്മളെല്ലാവരും വിവരങ്ങൾ അറിയാൻ ഉപയോഗിച്ചിരുന്നതാണ് BBC. അവർ നല്ല കാലത്ത് TV, ചാനൽ, റേഡിയോ തൊട്ട് തുടങ്ങി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നോ, ഈ പാകിസ്ഥാനികൾ ഇങ്ങോട്ട് കയറിയൊക്കെ അതിൻ്റെ തലപ്പത്ത് ഇപ്പം അവിടെ വന്ന് UK സായിപ്പിൻ്റെ ഒരു ഗതികേടേ ഒന്നും നമുക്ക് പഠിക്കാനുണ്ട്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇതിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവർ കൊണ്ടെത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം അവൻ്റെ കണ്ണടഞ്ഞു പോയി, സായിപ്പിൻ്റെ ഇപ്പോഴത്തെ തലമുറയുടെ കണ്ണടഞ്ഞു പോയി. അവനിപ്പോൾ, അതായത് ഇടത് ഇസ്ലാമിക ശക്തികൾ ഇപ്പോൾ ഭയങ്കര എളിമയും വിനയൊക്കെ സംസാരിക്കണം. അവസരം ഭൂരിപക്ഷം ആവും വരെ അവൻ കാത്തുക്കും എന്നുള്ളത് ഈ സായിപ്പ് പിള്ളേർക്ക് പറ്റിക്കാൻ ഇവന്മാരുടെ ചതി അറിയില്ലല്ലോ. കാരണം വകതിരിവ് വന്നിട്ടില്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ നമ്മുടെ അന്തംഗമ്മികൾ പറയുന്നതൊക്കെ കുറേ പഠിച്ച് വളർന്നുണ്ട്. പക്ഷെ ചെറിയ കാര്യങ്ങളിൽ ഇവർക്കൊന്നും അറിയില്ല. ചെറിയ കാര്യങ്ങൾ ഇതറിയില്ല. വലിയ ടെക്നിക്കലായിട്ടുള്ള അന്ധകാര ശക്തികളെ പറ്റി ഇവർക്കറിയാം. പക്ഷെ ചെറു കാര്യങ്ങൾ അവനെ ഭരിക്കുന്നത് ആരാന്നിപ്പോൾ ഇത് വേർതിരിച്ചെടുക്കാനുള്ള വകതിരിവ് ഇവന് ഈ സായിപ്പ് പിള്ളേർക്ക് ഇപ്പോൾ ന്യൂയോർക്ക് ആയാലും ലണ്ടൻ ആയാലും ഐറ്റങ്ങൾക്ക് അതില്ല. അവരെ പറ്റിക്കാനായിട്ട് മതേതരത്വവും അതല്ലെങ്കിൽ എന്തെങ്കിലും പാലസ്തീൻ വിഷയമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടു. അപ്പോൾ BBCയുടെ ഇതെന്ന് പറഞ്ഞാൽ BBC ഇന്ന് പെട്ട് കിടക്കണ്. ട്രംപ് ഇപ്പം ഞാൻ ഇത് കാണായിരുന്നു. $1 ബില്യൺ, ഒരു 8,500 കോടി രൂപയ്ക്കാണ് BBC സൂചി ചെയ്യണത്. അതൊക്കെ പിടിച്ചിക്കാനുള്ള ശക്തി BBCക്ക് ഉണ്ടാവും. പാകിസ്ഥാനികൾ വന്നിട്ട് നിങ്ങളെ, അതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം, അത് വെച്ചിട്ട് ഈ അവിടെയുള്ള മദാമ്മ പെൺകുട്ടികളൊക്കെ പറ്റിക്കും 16-17 വയസ്സിൽ. എന്നിട്ട് ഇപ്പം അടുത്തൊരു എന്തൊക്കെ കീർ സ്റ്റാമർ വന്നിട്ട് എന്തോ ഒരു പരിപാടി, ഗ്രൂമിങ്, അതായത് ഒരു പെൺകുട്ടീനെ പറ്റിച്ചതിൻ്റെ പേരിലേ ഇത് ആയിരക്കണക്കിനാണ്. നമ്മുടെ നാട്ടിലെ PFIയും SDPIയും നിന്നിട്ട് ഇപ്പം കാസൊക്കെ ഉണ്ടാക്കിയില്ലേ, മറ്റേ ഈ കെവിൻ പീറ്റർ ബ്രദറൊക്കെ പാടിക്കൂടി ലവ് ജിഹാദിനെതിരെ. അതെവിടെ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന രാഷ്ട്രീയക്കാർ കുറേ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നും പേരിട്ട്, അതായത് ഇവർ പറയണത് ലവ് ജിഹാദ് എന്നും പേര് വെച്ച് ഓഫീസ് വെച്ചിട്ട് ആരും പറ്റിക്കണില്ല എന്ന്. കള്ളൻ ഓഫീസ് തുറന്നു വെച്ചാണല്ലോ പറ്റിക്കണേ എന്നാണ് രാഷ്ട്രീയക്കാർ ലോക്സഭയിൽ വാദിക്കണേ. അതിൽ കുറേ MP-മാരൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പം ഇനി പേരുകളൊന്നും പറയണില്ല, നിന്നിട്ട് വാദിക്കണത്. എവിടെ, ഞാനൊരു ബോർഡ് കണ്ടില്ലല്ലോ, ഓഫീസ് രജിസ്റ്റർ ചെയ്ത് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പൊട്ടം കളിപ്പിക്കുന്ന പണിയാണ് ഇടതിലും വലതിലും, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലും നേതാക്കന്മാരുടെ പണി. അലക്കി വെളുപ്പിക്കുന്ന ഇവനൊക്കെ പാടിക്കൂട്ടിയിട്ട്. അതിന് ലണ്ടനിൽ ഒരു സംഭവത്തിൽ അവർ പിടിച്ചതാണ്, ഒരു 10-15 പാകിസ്ഥാനികളെ പിടിച്ചിട്ട് 120 വർഷം വെച്ച് അങ്ങോട്ട് കൊടുത്തേക്കണേ.
അവരെ ഗ്രൂമിങ് ഗ്യാങ് എന്നാ പറയുക. അതായത് ഈ 16-15 വയസ്സായ പെൺകുട്ടികളെ സ്നേഹം, പ്രേമം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് വളർത്തി കൊണ്ടുവന്ന് പിന്നെ ഈറ്റിങ്ങൾ ബുദ്ധി ഈ 16 വയസ്സായിട്ടങ്ങൾ പെടും. ട്രാപ്പിൽ പെട്ട് ഈറ്റിങ്ങളെ കൊണ്ടുവന്ന് മതം മാറ്റി ചാക്കിലിൻ്റെ ഉള്ളിലാക്കി പിന്നെ ഈറ്റിങ്ങൾക്ക് ഒരു രക്ഷയില്ല. കുറേ എണ്ണം പെട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബോധം ഉദിക്കുന്നത് ഒരു 10, 25, 30 വയസ്സായി. അയ്യോ ഞാൻ പെട്ടതാണല്ലോ. അപ്പോഴേക്കും അതിനെ ആദ്യത്തവൻ ഉപേക്ഷിച്ച് രണ്ടാമത്തവൻ ഉപേക്ഷിച്ച് മൂന്നാമത്തത് ചിലപ്പോൾ ആണെങ്കിൽ 75 വയസ്സായി ഏതെങ്കിലും ഒരു കാരണവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ജീവിതം കട്ടപ്പോകാം. ഇത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയാണെങ്കിൽ കൊച്ചു പിള്ളേരോട് പറഞ്ഞു കൊടുത്തോളൂ. ഇത് സംഘടിതമാണ്. ഗ്രൂമിങ് ഗ്യാങ് എന്ന് ലണ്ടനിൽ UK പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പേരിട്ടില്ലെങ്കിൽ പറ്റിച്ച് കിടക്കണ പെൺകുട്ടികൾ വന്നെങ്കിലും അടുത്ത തലമുറേനെ നിങ്ങൾ പെട്ടു ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി വീണ്ടും BBC, ഞാൻ BBC കുറിച്ച് വീഡിയോയിൽ വിഷയം മാറിപ്പോവല്ല. BBCയുടെ ഒരു ഗതികേട് എത്ര വലിയ തലപ്പത്തിരുന്ന ആ ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ സംവിധാനമൊക്കെയാണ്. സായിപ്പ് അടക്കമുണ്ട് ഇതിൽ. എക്സിക്യൂട്ടീവ് ഇപ്പം ഇന്നലെ രാജിവെച്ചാൽ സായിപ്പ് അടക്കമുണ്ട്. കാരണം ഈ സായിപ്പിനെ ഇത് പറ്റിച്ചിരിക്കുകയാണ്, ഭംഗിയായിട്ട് പറ്റിച്ചിരിക്കുകയാണ്. ട്രംപ് പൂട്ടുപ്പം ട്രംപിന് വ്യക്തമായിട്ട് അത് തെളിവ് വന്നപ്പോഴാണ് രാജിവെക്കേണ്ടി വന്നത്. പക്ഷേ ട്രംപ് 8,500 കോടി രൂപ എടുക്കും. പക്ഷേ ട്രംപ് അതിൻ്റെ പ്രഷർ അതിൻ്റെ മേലെ കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ ഒരു ഇത്തിരി പ്രതീക്ഷ നൽകുന്നത് ടോമി റോബിൻസൺ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 1, 2, 3 ലക്ഷം ആൾക്കാരെയൊക്കെ കൂട്ടി ലണ്ടനിൽ ഒരു പ്രക്ഷോഭം നടത്തി. അന്ന് ഈ പാകിസ്ഥാനി സുഡാപ്പികൾ ഒളിച്ചു. ഇവർ പേടിയാണ്. ഗുജറാത്തിലൊക്കെ പേടി ഒരു അടി അങ്ങോട്ട് കിട്ടുമ്പോൾ പേടിയുണ്ട് ഇവർക്ക്. നല്ല ഓടി ഒളിക്കുക അവർക്ക് ഒരു 10 ആൾ ഒരുമിച്ച് വന്ന് ഒരാളെ വെട്ടിക്കൊല്ലാനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഹമാസ് കാണിച്ചു കൂട്ടുന്ന മാളങ്ങളിൽ ഈയാമ്പാറ്റകളുടെ പോലെ ഒറ്റയ്ക്കുള്ളതേ പറ്റുള്ളൂ. ധൈര്യമില്ല ഒരെണ്ണത്തിനും. മാന്യൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഇവന്മാരുടെ മൂത്ത് നോക്കി ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഞാനറിയാൻ അവഹേളിക്കണില്ല. സായിപ്പ് വന്നിട്ട് വിളിക്കുമ്പോൾ അപ്പോൾ ഈ ഓവർ ദ ഷോൾഡർ ഷോട്ട് എന്ന് പറയും. പാകിസ്ഥാനികളാണ് നിൽക്കുന്നത് മുഴുവനും. അവിടെ നിന്നിട്ട് നബീനെയും വിശ്വാസത്തിനും ഒക്കെ പച്ചത്തെറി മോത്ത് നോക്കി എത്തേണ്ടി ഇവന്മാരൊക്കെ വലിയാണ്. ഈ ഉൾറോഡുകളിലേക്ക് വലിയണത് ഞാൻ കണ്ട വീഡിയോസാണ്. നല്ല പേടിയാണ്. പക്ഷെ ഇവർ 10 ആൾക്കാരൊക്കെ കൂടിക്കഴിയുമ്പോഴുള്ളൊരു ഇതുണ്ട് ഒരാളെ തല്ലാനൊക്കെ. നമ്മുടെ ജോസഫ് മാഷ കൈ അപ്പം കാരണം അവർ മറ്റൊരു സംഘടിക്കാത്തതുകൊണ്ട് ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. അപ്പം BBC വലിയൊരു ചാനലായിട്ട് മാറും. സായിപ്പിൻ്റെ ഗതികേട് പാകിസ്ഥാനി ആ ഒരു കൂതറ രാജ്യം. നമുക്കൊക്കെ പറയില്ലേ കണ്ട പാക്കികൾ പച്ചകൾ എന്നൊക്കെ ഗൾഫിലുള്ളവർ പറയില്ലേ. ആ കൂതറകളാണ് ഇന്ന് ഈ 70 രാജ്യം ഭരിച്ച സായിപ്പിനെ ഭരിക്കണമെന്ന് പറയുമ്പോൾ ദുഃഖം എന്നല്ലാണ്ട് നമ്മൾ ആ ഗതിയിലേക്ക് വരാണ്ടിരിക്കണമായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളൊരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.